ഇന്ന് നമ്മൾ റോ കോട്ടൻ്റെ ഫാബ്രിക്കിലാണ് നമ്മൾ ഇന്ന് ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോട്ടൻ്റെ ത്രെഡ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ആങ്കറിൻ്റെ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു 4 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സ് വേണം. അപ്പോൾ അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ പാറ്റേൺ. അപ്പോൾ ഇതുപോലെ 3 ബോക്സ് ആയിട്ട് ഒരേ ലെങ്തിലും ഒരേ സൈസിലും നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിനകത്ത് റൗണ്ട്സ് ഫ്ലവേഴ്സ് വരാൻ വേണ്ടി പിന്നെ ആ ഓരോ ബോക്സിൻ്റെയും സൈഡിലായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇത് ലോങ് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 1 ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഒരു യോക്ക് എംബ്രോയിഡറി ഡിസൈനാണിത്. നമുക്ക് ഡെയിലി വിയേഴ്സ് ഒക്കെ പറ്റിയ ഒരു ഡിസൈനാണിത്. നമുക്ക് എലൈൻ കുർത്തിയിലും അതുപോലെ അംബ്രല്ല കുർത്തിയിലും സാധാരണ അൺസ്റ്റിച്ചഡ് സൽവാറിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ഡിസൈനാണ്. ഇത് നമുക്ക് കോട്ടൺ ത്രെഡ്സ് മാത്രമല്ല, നമുക്ക് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഒരുപാട് വർക്ക്സ് ഒന്നും ഇതിൽ വരണില്ല. ആകെ വരുന്നത് ഫ്രഞ്ച് നോട്ടും ലോങ് ഫ്രഞ്ച് നോട്ടും പിന്നെ നമ്മൾ ആൻറ്റി കളറിൽ ആ ഒരു കട്ട് ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. ഓരോ ഫ്ലവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അടുത്ത കളേഴ്സ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കണം, ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബോക്സിൻ്റെ സൈഡിലായിട്ട് നമുക്കിതുപോലെ ലോങ് ഫ്രഞ്ച് നോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഗ്രീൻ കളറിലെ ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ബോക്സിൻ്റെ 2 സൈഡിലും നമുക്ക് ചെയ്ത് കൊടുക്കണം. നീഡിൽ നമ്പർ 8 ആണ് എടുത്തിരിക്കുന്നത് ലോങ് ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്. ഒരു 3 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ബാക്കി കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ ഇടയിലായിട്ട് ഗ്യാപ്പുള്ള ഭാഗത്തോട്ടൊക്കെ നമുക്ക് ഈ ഒരു ആൻറ്റി ഗോൾഡ് കളറിലെ കട്ട് ബീഡ്സ് നമുക്കൊന്ന് വെച്ച് കൊടുക്കണേ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു യോക്ക് എംബ്രോയിഡറി ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.